ഏതോ ദൈവനിയോഗം പോലെ വിഭിന്ന ശേഷിയുള്ളവരായി ഈ ലോകത്തിലേക്ക് വന്നു പിറന്നവർ, കൂടെ പിറന്നവരും കൂട്ടുകാരും ജീവിതത്തിൻ്റെ നിറമുള്ള കേളികളിൽ ആറാടുമ്പോൾ തടവുകാരെ പോലെ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവർ. ഇരുൾ പരന്ന ഇവരുടെ ജീവിതങ്ങളിലേക്ക് പ്രത്യാശയുടെ കുളിരു പകർന്നുകൊണ്ട് ഒഴുകിയിറങ്ങിയ ഇളം നിലാവ് പോലെ ഒരമ്മ, സിസ്റ്റർ മരിയല്ല SD. 40 വർഷമായി ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മേഴ്സി ഹോമിൽ വിഭിന്ന ശേഷിയുള്ളവരുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി ജീവിതം മാറ്റിവച്ച സന്യാസിനി. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഒക്യുപേഷണൽ തെറാപ്പിയിൽ ബിരുദം നേടുന്ന ആദ്യകാല വ്യക്തികളിൽ ഒരാൾ. ഇപ്പോൾ സന്യാസവ്രത വാഗ്ദാനത്തിൻ്റെ സുവർണ ജൂബിലി വർഷത്തിലായിരിക്കുന്ന സിസ്റ്റർ മരിയല്ലയെ പരിചയപ്പെടാം മർത്ത ആൻഡ് മേരിയിലൂടെ. ഞാൻ സിസ്റ്റർ മരിയല്ല, കാഞ്ഞിരക്കൊമ്പിൽ കോതമംഗലം രൂപതയിൽ നെടിയശാല ഇടവകാംഗമാണ്. പ്രൈമറി വിദ്യാഭ്യാസം നെടിയശാലയിലും ഹൈസ്കൂൾ വഴുത്തല സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലുമാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം നിർമ്മല കോളേജിൽ നിന്നും PUC പാസ്സായ ശേഷം 1964 ഞാൻ SD സന്യാസ സമൂഹത്തിൽ അംഗമായി ചേരുവാൻ വരുന്നത്. ഇത് എൻ്റെ ജൂബിലി വർഷമാണ്, 50ാമത്തെ ജൂബിലി വർഷമാണ്. എനിക്ക് സന്യാസ ദൈവവിളിക്ക് പ്രചോദനമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ അപ്പൻ്റെ സഹോദരൻ ഫാദർ അബുന്തിയോസ് CMI ആണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ സന്യാസ ജീവിതത്തെ പറ്റി പറയുകയും അതിനോട് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും ദൈവകാരുണ്യം കൂടുതൽ അനുഭവിക്കുവാനും ഇടയാകുമെന്നുള്ള ആ സദ്വാർത്ത പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ സംസാര വിഷയമായിട്ടുണ്ട്. അത് എനിക്ക് ഒത്തിരിയേറെ ഇളം പ്രായത്തിൽ തന്നെ പ്രചോദനം തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഒരു സന്യാസിയായി തീരണമെന്ന് ചിന്തിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷമാണ്. അങ്ങനെ ദൈവകൃപയാൽ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് SD സന്യാസ സമൂഹത്തിലേക്ക് ദൈവം എന്നെ വിളിച്ചു. സന്തോഷത്തോടെ ഞാൻ അതിന് പ്രത്യുത്തരം നൽകി. സന്തോഷമായി തന്നെ ഇന്നും സന്യാസ സമൂഹത്തിൽ ജീവിക്കുകയാണ്. എൻ്റെ സന്യാസ സമൂഹം എന്നെ കൈപിടിച്ച് ഉയർത്തിയ നാൾ മുതൽ ഇന്നുവരെയും ദൈവം അനന്തമായ കൃപകളിലൂടെ അനുഗ്രഹങ്ങളിലൂടെ എന്നെ വഴി നടത്തുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സന്യാസ സഭയുടെ അധികാരികളിലൂടെയും എനിക്ക് കാലാനുകാലങ്ങളിൽ സമൂഹത്തിൻ്റെ സുപ്പീരിയേഴ്സായി വന്നവരിലൂടെയും നിരവധിയായ പ്രചോദനങ്ങളും കൃപകളും ദൈവം എന്നിലേക്ക് ചൊരിഞ്ഞു. ഓരോന്നും ചെയ്യുവാനും പ്രത്യേകിച്ചും ഈ 1975 മുതൽ വികലാംഗരുടെ ഉന്നമനത്തിനു വേണ്ടി പഠിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള രംഗങ്ങളിലേക്ക് അവിടുന്ന് എന്നെ കൈപിടിച്ചുയർത്തി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാനും അതിന് നിയോഗിക്കുകയും അതിനാവശ്യമായ സഹായ സഹകരണങ്ങളും എല്ലാം നൽകിക്കൊണ്ട് എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സന്യാസ സമൂഹം, പ്രത്യേകിച്ചും ഈ SD സന്യാസ സമൂഹത്തിൽ സെൻറ്റ് ജോസഫ് പ്രോവിൻസിലെ സുപ്പീരിയേഴ്സിനോടും സഹോദരിമാരോരോരുത്തരോടും ഏറെ കടപ്പാടോടെ നന്ദിയോടെ ഞാൻ അവരെ ഓരോരുത്തരെയും അനുസ്മരിക്കുകയാണ്. ഈ ജൂബിലി നിറവിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ദൈവം എന്നിലൂടെ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഈ സമയം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന ഒരവസരം കൂടിയാണ്. 1966 എൻ്റെ സഭാവസ്ത്ര സ്വീകരണം നടന്നത്, ജനുവരി 6. അന്നു മുതൽ 8-10 കൊല്ലത്തോളം ഞാൻ സന്യാസ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ശുശ്രൂഷകളിലായി ഇടപെട്ടു. 1975 മുതലാണ് ഈ
വികലാംഗ പരിശീലനത്തിനായി ആദ്യമായി വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് അയക്കപ്പെട്ടത്. അവിടെ എന്നെ ഏറെ ആകർഷിച്ചത് അവിടുത്തെ പ്രവർത്തന ശൈലികളായിരുന്നു. പ്രത്യേകിച്ചും അവർക്കിടെ ആ വെല്ലൂർ ഹോസ്പിറ്റലിൽ രോഗികളോടുള്ള അവരുടെ ഇടപെടലുകളും അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദരോഗികളുടെ മേലുമുള്ള ശ്രദ്ധയും എന്നെ ഏറെ ആകർഷിക്കുകയും അത് എൻ്റെ ജീവിതത്തിലും കൂടുതൽ പ്രാവർത്തികമാക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ അതിനായി ഒരുങ്ങി പുറപ്പെടുവാനുള്ള ഒരു കൃപ എനിക്ക് അവിടെ നിന്നും കിട്ടിയെന്ന് വേണം പറയുവാൻ. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും രോഗികളുമായി ഇടപെടുമ്പോൾ എനിക്കേറെ സന്തോഷവും ജീവിതം അവർക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ അവർക്ക് വേണ്ടി എനിക്കുള്ള കഴിവും പ്രാപ്തിയുമെല്ലാം ചെലവഴിക്കുന്നതിനും പുതിയ പുതിയ ആശയങ്ങളിലൂടെ അവ പ്രാവർത്തികമാക്കുന്നതിലൂടെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനുമൊക്കെ ദൈവം ഒത്തിരി അവസരങ്ങൾ നൽകി. ആ അവസരങ്ങളിലെല്ലാം ദൈവത്തിന് നന്ദി പറയുകയും ആ അവസരങ്ങൾ ഓരോ രോഗികൾക്കും ആവശ്യമായ വിധത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിന് ഉപയുക്തമായ വിധത്തിൽ അവരെ ജീവിതത്തിൻ്റെ സ്വന്തം കാലിലേക്ക് കൈപിടിച്ചുയർത്തി നടത്തിക്കൊണ്ടു പോകുവാനുള്ള ആ ജീവിത യാത്രയിൽ താങ്ങാകുവാനായിട്ട് ഒത്തിരി സഹായിച്ചു. ഈ 36 വർഷങ്ങളോളം ഞാൻ ഈ ഭവനത്തിൽ ഇവിടെയുള്ള സഹോദരങ്ങളുടെ ഇടയിൽ അവർക്കിടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ആ ജീവിതയാത്രയിലെല്ലാം എൻ്റെ കഴിവും ആരോഗ്യവും എല്ലാം അവർക്ക് വേണ്ടി നൽകുവാൻ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ രോഗികൾക്ക് വേണ്ടിയുള്ള ഈ വൈകല്യം വന്ന ജീവിതത്തിൽ ശാരീരിക പരിമിതികളുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഓരോ സൗകര്യങ്ങളും പടിപടിയായി പടുത്തുയർത്തുവാൻ അനേകരിലൂടെ പ്രത്യേകിച്ചും സഭാധികാരികളിലൂടെ ഞങ്ങളുടെ സഹോദരിമാരിലൂടെ എല്ലാം ദൈവം ഏറെ അനുഗ്രഹം നൽകി. അങ്ങനെ ഓരോന്നോരോന്നായി ഒരു ചെറിയ കടുകുമണി വിത്തായി വളർന്നു പന്തലിച്ചു വന്നതുപോലെ ഈ സ്ഥാപനവും ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ സ്ഥിതിയിലേക്ക് വരുവാൻ ദൈവം എന്നെയും കൂടി ഒരു ഉപകരണമാക്കി. അതോടൊപ്പം തന്നെ അനേകരെയും എൻ്റെ സഹോദരിമാർ ഓരോരുത്തരുടെയും പരിശ്രമ ഫലമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ആത്മാർത്ഥമായി എനിക്ക് പറയുവാൻ കഴിയും. അവരോടൊത്ത് ഞാനും അവർ എന്നോടൊത്തും പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ ഏറെ നൽകി. ഞങ്ങളുടെ സന്യാസ സമൂഹത്തെക്കുറിച്ച് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. SD സിസ്റ്റേഴ്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട്, അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം എന്ന് അറിയപ്പെടുന്നതാണ്. ഞങ്ങൾ എറണാകുളം അതിരൂപത കേന്ദ്രമായി ആരംഭിച്ചു. ഇത് ഞങ്ങളുടെ സന്യാസ സമൂഹത്തെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ് ഈ വികലാംഗരായിട്ടുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാവുന്നതുപോലെ പടിയറ പിതാവ് അന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനാണ് ഈ ഭവനം നിർമ്മിച്ച് ഈ സ്ഥലവുമൊക്കെ നമ്മളെ ഏൽപ്പിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നത്. ഏതാണ്ട് ഈ ആരംഭകാലം മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ് സിസ്റ്റർ മരിയല്ല. അന്ന് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ ആദ്യമായിട്ടാണ് ഒക്യുപ്പേഷണൽ തെറപ്പി പഠിക്കാനായിട്ട് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ 2 സഹോദരിമാർ പോകുന്നത്. സിസ്റ്റർ മരിയല്ലായും കോതമംഗലത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ മേരിലാലും. ഈ 2 പേരും അവർ ജോലി ചെയ്ത് അന്ന് പഠിച്ചു വന്ന അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് പറയാൻ പറ്റും ഒരു നല്ല കൊളാബറേഷൻ. 2 പേരും സഹകരിച്ച് പരസ്പരം ആലോചിച്ച് ഇതിൻ്റെ ഒരു ഉയർച്ച മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഉള്ളത്. അതുതന്നെ ഞങ്ങളുടെ സന്യാസ സമൂഹത്തെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് ഓർക്കാനുള്ള ഒരു കാര്യമാണ്. ഈ മേഴ്സി ഹോം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം അന്നൊക്കെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊരു അവശത അനുഭവിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടായിരിക്കുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യകാലത്ത് ഇവിടെ വന്ന കുട്ടികൾ ഇവിടെ 74 ഇത് ആരംഭിച്ചു. 79 മുതൽ എനിക്ക് മേഴ്സി ഹോമിൽ വന്നും പരിചയപ്പെട്ടും കുട്ടികളുടെ ഇടയിലായിരുന്നു ഒക്കെ പരിചയമുണ്ട്. അപ്പോൾ അന്നൊക്കെയുള്ള കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്,
ഞങ്ങൾ പുറം കണ്ടിട്ട് പോലുമില്ല, മുറിയിൽ അടച്ചുപൂട്ടി അങ്ങനെ കഴിഞ്ഞിരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഭവനം തുറന്നു കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ പോളിയോ ബാധിച്ച കുട്ടികളാണ്. അപ്പോൾ അരയ്ക്ക് കീഴോട്ട് അവർ കൂടുതലും ഒന്നും പറ്റാത്തവരാണെങ്കിലും ബുദ്ധിയുണ്ട്, കൈകൾ ശക്തമാണ്. പിന്നെ കൈയില്ലാത്ത 1-2 കുട്ടികൾ കടന്നു പോയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ നല്ല കുട്ടികൾ, അവർ പഠിക്കാനും കളിക്കാനും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും എല്ലാ കഴിവുകളും അവർക്കുണ്ട്. അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവർ വളർന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വളർച്ച വന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ പ്രചോദനമാണ് സിസ്റ്റർ മരിയല്ല എന്ന് പറയുന്ന വ്യക്തി. സിസ്റ്റർ മരിയല്ല പഠിച്ചു വന്ന് ഇവിടെ ജോലി ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ കാണുന്ന എല്ലാ വളർച്ചയുടെയും പിന്നിൽ സിസ്റ്റർ മരിയല്ലയുടെ ഒരു നല്ല മനസ്സും ചിന്തിക്കാനുള്ള മരിയല്ലയുടെ കഴിവും കാര്യങ്ങൾ സംഘടിപ്പിക്കാനും സഹകരിപ്പിക്കാനും ഒക്കെയുള്ള ആ പ്രാവണ്യവുമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ സഭയുടെ ചൈതന്യമാണ് കരുണാർദ്ര സ്നേഹം. പാവപ്പെട്ടവരിലേക്ക്, പാടില്ലാത്തവരിലേക്ക്, അഗതികളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളത്. അപ്പോൾ ഈ അവശ്യ വിഭാഗത്തിലേക്ക് കൂടുതൽ കരുണയോടെ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു നല്ല മനസ്സ്, നല്ല ഹൃദയം, ഒരു ആർദ്ര ഹൃദയം സിസ്റ്റർ മരിയല്ലയ്ക്ക് ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ നന്നായിട്ട് കാണുന്നത്. അതിനുള്ള ചില പ്രത്യക്ഷമായിട്ടുള്ള ചില അവാർഡുകളും പിന്നെ അംഗീകാരങ്ങളൊക്കെ സിസ്റ്റർ മരിയല്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനോടകം. അതിനേക്കാളൊക്കെ ഉപരി ഈ മക്കളുടെ ജീവിതമാണ് വാസ്തവത്തിൽ മരിയല്ലയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പിന്നെ പ്രകടനം എന്ന് പറയുന്നത്. ഇന്ന് പല മേഖലകളിലും കുടുംബജീവിതത്തിലും പല ജോലി രംഗങ്ങളിലും കുട്ടികൾ വളർന്നപ്പോൾ സിസ്റ്റർ മരിയല്ലയ്ക്ക് ഓരോ കുഞ്ഞിനെക്കുറിച്ചും ശ്രദ്ധയുണ്ട്. ഓരോ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചും സിസ്റ്റർ മരിയല്ലയ്ക്ക് നല്ല കണക്കുകൂട്ടലുകളുണ്ട്. അപ്പോൾ ഒരു കുട്ടി നമ്മുടെ ഈ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അവരെ ഏതെല്ലാം രീതിയിലുള്ള പരിശീലനം അവർക്ക് കൊടുക്കണം, ഫിസിയോതെറപ്പി സംബന്ധമായും ഒക്യുപേഷണൽ തെറപ്പി സംബന്ധമായും അതുപോലെ സ്പീച്ച് തെറപ്പി, മറ്റെല്ലാ ഇന്നത്തെ ആധുനിക സജ്ജീകരണങ്ങളൊന്നും ആദ്യകാലത്തില്ലെങ്കിലും അന്നത്തെ സിസ്റ്റർ മരിയല്ലയുടെ അറിവിൻ്റെയും പഠനത്തിൻ്റെയും വെളിച്ചത്തിൽ ഇതെല്ലാം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ കുട്ടിക്കും ആവശ്യമായത് സിസ്റ്റർ മരിയല്ല ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി അവരെ ഇരിക്കാനും നടക്കാനും ചാരി നിൽക്കാനും അവരെ പിന്നെ 2 കാലിൽ നിർത്താനും ഒക്കെയുള്ള ഉപകരണങ്ങളൊക്കെ സിസ്റ്റർ മരിയല്ല തന്നെയാണ് അത് വിഭാവനം ചെയ്യുന്നത്. അതിന് രൂപകൽപ്പന ചെയ്യുന്നത് സിസ്റ്റർ മരിയല്ല തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്ത് അതിന് സഹായികളെയൊക്കെ വെച്ച് അതിനൊരു നല്ല വർക്ക്ഷോപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടും സിസ്റ്റർ മരിയല്ല ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയിൽ നല്ലൊരു പങ്ക് വഹിച്ചു. അതിൻ്റെ ഫലം ഉണ്ടായി. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച അല്ലെങ്കിൽ വളർച്ച എന്നതുപോലെയാണ് ഇപ്പം നമ്മൾ ഇന്ന് ഈ മുറിയിലിരുന്നത് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ചരിത്രം ഉണ്ട്. ഈ ചരിത്രത്തിൻ്റെയൊക്കെ നെടുന്തൂണായിട്ട് നിൽക്കുന്നയാളാണ് സിസ്റ്റർ മരിയല്ല. അപ്പോൾ കുറേ കാലങ്ങളിങ്ങനെ കുട്ടികൾ ഫിസിയോതെറപ്പിയിലൂടെയും ഓപ്പറേഷനൊക്കെ ചെയ്ത് ഒരുപാട് പേര് നല്ല 2 കാലിൽ നടക്കാനും ക്രച്ചസ് ഉപയോഗിച്ച് നടക്കാനും കാലിപ്പിറക്കിയിട്ട് നടക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഈ ഫിസിയോതെറപ്പിയുടെ ആവശ്യം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ അതിന് അന്നൊക്കെ അവർ പഠിച്ചതനുസരിച്ചൊക്കെ ചെയ്തിരുന്നു. ഇതുപോലെ ഫിസിയോതെറപ്പി പഠിച്ചു വന്ന ആൾക്കാരൊന്നും അന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടായില്ല, നമ്മുടെ ചുറ്റും ഭാഗത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റർ മരിയല്ലയ്ക്ക് ഇവിടെ ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാനുള്ള ഒരു ചെറിയ, നമ്മൾ തീപ്പെട്ടിപ്പരയെന്ന് ഞങ്ങൾ പറയും, തീപ്പെട്ടി കമ്പനിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ മുറിയിലാണ് ആദ്യം കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ അത് പിന്നെ വളർന്നാണ് ഇന്ന് ഈ കാണുന്ന സംവിധാനങ്ങൾ ഉണ്ടായത്. ഈ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒത്തിരി ത്യാഗം സിസ്റ്റർ മരിയയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഒത്തിരി അല്ലാതെ നമുക്കൊരുപാട് പിന്നെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ നല്ല ചിന്തയിലും നല്ല ആലോചനയിലൊക്കെ കടന്നു വന്നതാണ്. അങ്ങനെ പതുക്കെ തുടങ്ങി ഇന്നൊരു നല്ലൊരു 3 വർഷത്തെ കോഴ്സ് ഇന്നിവിടെ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയുടെ തുടർച്ചയായിട്ടുള്ള ആ ഒരു പ്രേരണയും ശക്തിയും ഒരു പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അധികമായിട്ട് ഞാൻ പറയുക മരിയല്ലയുടെ വിനീതമായൊരു ഭാവവും ആർദ്രമായൊരു ഹൃദയവും അതുപോലെ ഒരു നിരന്തരമായ പരിശ്രമവും ഒരു അന്വേഷണവും ഈ മേഖലയിൽ എങ്ങനെ ഇനി എന്തുകൂടി എന്നുള്ളൊരു അന്വേഷണമൊക്കെ സിസ്റ്റർ മരിയയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ്. ഇന്ന് ഇത് പല സ്ഥാപനങ്ങൾക്കും ഒരു മാതൃകയായിട്ടും പ്രചോദനമായിട്ട് നിലകൊള്ളുന്നു എന്നത് വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ തന്നെ പല സ്ഥലങ്ങളിലും ഇത് ആരംഭിക്കുന്നു. മറ്റ് കോൺഗ്രിഗേഷൻസൊക്കെ ആണെങ്കിലും എല്ലായിടത്തും ഇതൊരു ഇവിടെ പഠിച്ചുപോയ സിസ്റ്റേഴ്സും പഠിച്ചുപോയ ഗേൾസ് എല്ലാവരും പല സ്ഥലത്തും പ്രവർത്തിക്കുമ്പോൾ ഇതൊരു മാതൃക അല്ലെങ്കിൽ ഒരു മാതൃഭവനം പോലെ പ്രവർത്തിക്കാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു
നല്ല പ്രത്യേകിച്ചും ഈ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറ്റവും നല്ലൊരു രീതിയിൽ വളർച്ച കിട്ടാനും അവരുടെ ഭാവി ഭാസുരമാക്കാനും ഒക്കെ ഈ മെഴ്സി ഹോം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിന് ഇത്ര വർഷം 36 വർഷത്തോളമായിരുന്നു എനിക്ക് തോന്നുന്നു മാതാ മരിയല്ല ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 വിഭാഗമായിട്ടായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും. ആദ്യം ഒരുമിച്ചായിരുന്നു, പിന്നെ 2ആയി അടുത്ത് തന്നെയുള്ള ഭവനമായിരുന്നു. അവിടെയൊക്കെ അവിടെയും മരിയല്ലാമ്മ ആയിരുന്നിട്ടുണ്ട്, ഇവിടെയും അതുപോലെ തന്നെ. അപ്പോൾ ഏതായാലും സിസ്റ്റർ മരിയല്ലായുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ലൊരു അറിയപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒത്തിരി ജീവിതങ്ങൾക്ക് പ്രചോദനവും ഉത്തേജനവും കൊടുത്ത് ഒത്തിരി പേരെ വളർത്തി ഇന്നും കുട്ടികളൊക്കെ സിസ്റ്റർ മരിയല്ലായെ വിളിക്കുകയും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് കടന്നുപോയ കുട്ടികളൊക്കെ സിസ്റ്റർ മരിയല്ലായുമായിട്ട് അവരുടെ ജീവിത പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, അവരുടെ ശാരീരിക പരിമിതികളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ പരിമിതികളെക്കുറിച്ചുള്ള അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ ഇന്നും സിസ്റ്റർ മരിയല്ല അവരുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആവശ്യമുള്ളവർ ഇവിടെ വന്ന് വേണ്ട സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. അതുമൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. സിസ്റ്റർ മരിയല്ല വ്രതം ചെയ്തിട്ട് സന്യാസ സമർപ്പണം നടത്തിയിട്ട് 50ാമത്തെ വർഷം ആചരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം തീർച്ചയായിട്ടും മരിയല്ലാമ്മയ്ക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരു കാലമുണ്ട്. തൻ്റെ 50 വർഷത്തെ സമർപ്പണ ജീവിതത്തിലെ കാതലായ സഭയുടെ ചൈതന്യത്തിന് അനുസൃതമായൊരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് പാവങ്ങൾക്ക് വേണ്ടി, അഗതി മക്കൾക്ക് വേണ്ടി, അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, അതുപോലെ മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാനായിട്ട് ഇന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ തന്നെ ആരും കടന്നു ചെല്ലാത്ത മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മരിയല്ലാമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഞാനിവിടെ 2ാം പ്രാവശ്യമാണ് സുപ്പീരിയർ ആകുക. ഇതിനു മുമ്പും സിസ്റ്റർ മരിയല്ലായുടെ കൂടി കൊടുനാട്ടുകുന്നിൽ ആൺകുട്ടികളുടെ ഭവനത്തിലും ജീവിച്ചിട്ടുണ്ട് ഒരുമിച്ച്. ഇവിടെ ഇതിനു മുമ്പ് സിസ്റ്റർ മരിയല്ലയുടെ കൂടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ മരിയല്ല അസിസ്റ്റൻറ്റ് സുപ്പീരിയറുമായിരുന്നു. അതുപോലെ ഈ മരിയല്ലാമ്മയുടെ ഈ പ്രസ്ഥാനത്തിൽ ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും 2ാമത്തെ പ്രാവശ്യം വരുമ്പോഴും മരിയല്ലാമ്മ ഇവിടെയുണ്ട്. അതിൻ്റെ ഫലങ്ങളൊക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് മരിയല്ലയെക്കുറിച്ച് ഇതൊന്ന് പറയാൻ അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിൻ്റെ ഈ പ്രവർത്തന മേഖലയെക്കുറിച്ച് സന്തോഷമുണ്ട്. ഇന്ന് കോൺഗ്രിഗേഷൻ മുഴുവനും കൂടുതലായിട്ട് ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് ഈ പ്രോവിൻസിൽ ഈ അവശ്യ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഈ മേഴ്സി ഹോം 1974 ഓഗസ്റ്റ് 4-നാണ് പടിയറ പിതാവ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ പ്രവർത്തനത്തിനായി ഞങ്ങൾ SD സന്യാസ സമൂഹത്തെ ഇവിടെ കൊണ്ടുവന്നു. ആദ്യം 2 അംഗങ്ങളോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഭവനം 1974 തന്നെ 20 പേരോളം അംഗങ്ങളായി വളർന്നു. ഈ ഭവനത്തിൻ്റെ ആരംഭത്തിൽ ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് പ്രത്യേകിച്ചും ഒരു പുതിയ രംഗമായിരുന്നതിനാൽ ഞങ്ങളുടെ സന്യാസ സമൂഹം അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ടെല്ലാം കൊണ്ടുപോകണമെന്നുള്ള ലക്ഷ്യത്തോടെ അതിന് എന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് 1975 ജൂലൈയിൽ തന്നെ പഠനത്തിനായി വിട്ടു. അതിനുശേഷം പിറ്റേ കൊല്ലം വേറെ ഒരു സിസ്റ്ററിനെയും വിട്ടു. അങ്ങനെ പഠനം പൂർത്തിയാക്കി 1978 ഞാനിവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതുവരെയും എല്ലാ തരത്തിലുള്ള വികലാംഗരും പല പ്രായത്തിലും പല കാറ്റഗറിയിലും പെട്ട വികലാംഗ സഹോദരങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. 5 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള അംഗങ്ങളായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നത്. 1978 ഞാനിവിടെ വരുമ്പോൾ ആദ്യമായി സഭ ഒന്നുചേർന്ന് ഇത് വേണ്ട വിധത്തിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സംഘം ചേർന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഓരോന്നും തിരിച്ച് നമുക്ക് റീഹാബിലിറ്റേഷൻ ആസ്പെക്ട്സ് ഇവിടെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുശേഷം ഇവിടെ പ്രായമുള്ളവരെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് യുവതികളും യുവാക്കന്മാരും കൊച്ചുങ്ങളും ചെറുപ്പക്കാരുമായിട്ടുള്ളവരെ മാത്രം ഇവിടെ ആക്കിക്കൊണ്ട് പിന്നെയുള്ള അഡ്മിഷൻസ് ഒരു യുവാക്കൾക്കും 5 വയസ്സ് തുടങ്ങി 18 വയസ്സിൽ
ഉള്ളിൽ ഉൾപ്പെടുന്നവരെ കൂടുതലായിട്ട് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളെ ലക്ഷ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അവർക്ക് ആദ്യമായി ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് വരെ അവരിവിടെ ഇരുത്തി അക്ഷരങ്ങൾ എഴുതുവാനും വായിക്കുവാനും പഠിക്കാൻ പ്രായമായവരെല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നത് 78 അന്ന് ആ മെയിൽ വന്നു. ജൂൺ തുടങ്ങി ആ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത അനുസരിച്ച് എന്തുമാത്രം അവർക്ക് ഏത് ക്ലാസ്സിൽ ചേരാനുള്ള സ്റ്റാൻഡേർഡായോ അതനുസരിച്ച് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അവരെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുവാനുള്ളൊരു തീരുമാനമായി. അങ്ങനെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവരോടൊപ്പം ഇരുന്ന് പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി അവരെ ദിനവും ഒരു ടാക്സിയുടെ സഹായത്തോടെ സ്കൂളിൽ അയച്ചു പഠിപ്പിക്കുവാൻ തുടങ്ങി. അവരുടെ ആ പഠനത്തിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ആ കുട്ടികളിലുണ്ടായ ചേഞ്ചസ് ഒത്തിരി വ്യത്യസ്തമായിരുന്നു. മറ്റുള്ളവരുമായിട്ട് ഇടപെടുവാനും അവരുടെ ഇടയിൽ ഈ ശാരീരിക പരിമിതികൾ അവരുടെ പഠനത്തിന് തടസ്സമല്ലെന്നും ഉയരുവാനും വളരുവാനും ഇവർക്ക് സാധ്യമാണെന്നുമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അവർ തന്നെത്താൻ നീങ്ങുന്നതിന് അതിടയായി. അങ്ങനെ പല കുട്ടികളും ക്ലാസ്സിൽ 1-ാമത് അല്ലെങ്കിൽ 2-ാമത് എന്ന സ്ഥാനത്ത് എത്തിപ്പിടിച്ചുകൊണ്ട് പഠനത്തിൽ മുന്നോട്ട് നീങ്ങി. അതോടൊപ്പം തന്നെ അവരിലെ കഴിവുകൾ വരയ്ക്കുവാനും പ്രസംഗിക്കുവാനും പാടുവാനും വരയ്ക്കുവാനും പിന്നെ ഡാൻസ് കളിക്കുവാനുമുള്ള എല്ലാ ശാരീരികവും കലാപരവുമായ എല്ലാ കഴിവുകളെയും ഉണർത്തിയെടുത്തുകൊണ്ട് അവർ ജീവിതത്തിൻ്റെ അവരുടെ ശാരീരിക പരിമിതികൾ ഒരു പരിമിതിയല്ല, അത് അവർക്കൊരു അനുഗ്രഹമായി ആണ് എന്ന് അവർക്ക് ബോധ്യമാക്കത്തക്ക രീതിയിൽ അവരുടെ ജീവിതം വളരുവാൻ തുടങ്ങി. ഇത് എല്ലാവരെയും കണ്ണു തുറപ്പിക്കുകയും എല്ലാവർക്കും ഒന്നുകൂടി ഈ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. ഓരോ ശ്വാസത്തിലും ഉരുവിടാനായി നാവിൽ തിരുനാമം എപ്പോഴും കരുതി വയ്ക്കും. ഓരോ ശ്വാസത്തിലും ഉരുവിടാനായി നാവിൽ തിരുനാമം എപ്പോഴും കരുതി വയ്ക്കും. ആത്മീയ സന്തോഷം ആസ്വദിക്കാനായി പാപസുഖം ഞാൻ പരിത്യജിക്കും. ആത്മീയ സന്തോഷം ആസ്വദിക്കാനായി പാപസുഖം ഞാൻ പരിത്യജിക്കും. ഓരോ ശ്വാസത്തിലും